എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് വ്യക്തമാകുന്നില്ല. ഇത് ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയാണ് ഇപ്പം കേരളത്തിലെ സർക്കാരിന് സമീപനത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി, ഇതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസിൻ്റെ ഇരട്ട നീതിയുടെ മുഖമാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാകും, സോണിയാഗാന്ധിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി അധിക്ഷേപിക്കുന്ന എത്രയോ സമൂഹ മാധ്യമ പോസ്റ്റുകൾ കേരളം കണ്ടതാണ്. അതുപോലെ മറ്റ് നേതാക്കന്മാർക്കെതിരായിട്ട് ഇഷ്ടം പോലെ കണ്ടതാണ്. ഇപ്പോൾ ആകെ പരിരക്ഷയുള്ളത് പിണറായി വിജയന് മാത്രമാണ് കേരളത്തിൽ. ഒരാൾക്കും വിമർശിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതിന് ആരും എതിരല്ല. ഈ ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്ത രീതി കണ്ടാൽ സുബ്രഹ്മണ്യൻ്റെ വീട് വളഞ്ഞ് പിടിച്ചിട്ട് ഒരു ഏതോ വലിയ കൊലക്കേസിലെയോ അല്ലെങ്കിൽ കൊള്ള നടത്തിയ ആളുടെ വീട് പോലെ വളഞ്ഞു പിടിച്ച് നിൽക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്ര ഒരു കാട്ടാളത്തെ സംസ്കാരം ഇത് വിടുന്ന് കിട്ടിയതാണ്. ഏത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണിത്? ഇവിടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തുന്ന അതിൻ്റെ അതേ കാർബൺ പതിപ്പാണ് ആഭ്യന്തരം നടത്തുന്ന മുഖ്യമന്ത്രികൾ. ഇപ്പോൾ ശബരിമല കേസിൽ ഡി മണി ഒളിവിൽ പോകാൻ തുടങ്ങി ഒരുപാട് നാളായല്ലോ. പിടിക്കാൻ പോലീസുണ്ടോ? പിടിക്കാൻ പറ്റിയോ? സത്യത്തിൽ പോലീസിനെ തീർത്തും രാഷ്ട്രീയ വിരോധത്തിന് ഇരയാകുന്ന, പോലീസിനെ തീർത്തും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഈ കടകംപള്ളി സുരേന്ദ്രൻ ഫോട്ടോ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ശരിയാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് AI ഫോട്ടോ ഉണ്ടാക്കിയ നടപടി ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ നിയമപരമായി അത് എല്ലാവർക്കും ബാധകമല്ലേ? എല്ലാവർക്കും ബാധകമല്ലേ? നിയമത്തിൻ്റെ വഴിയാണെങ്കിൽ നിയമത്തിൻ്റെ വഴി പോകുന്നതിന് ആരും എതിര് പറയില്ലല്ലോ. മാത്രമേ അതൊന്നുമല്ല, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒറിജിനല്ല. മുഖ്യമന്ത്രിയുടെ എത്ര ഫോട്ടോ വന്നു? കടകംപള്ളിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒറിജിനൽ അല്ല. ഇത് കൃത്യമായിട്ട് ഇത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുക. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, പോലീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമല്ല. നിയമം നടപ്പിലാക്കാൻ പോലീസ് നടപ്പിലാക്കിക്കോ, നിയമപരമായി കേസെടുത്തോ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ വാദത്തിന് വീട് വളഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ താഴത്ത് കൊലക്കേസിലെ പ്രതിയാണോ അദ്ദേഹം? ഒളിവ് പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് വ്യക്തമാണ്, നിയമപരമായിട്ടുള്ള നടപടിയെ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യാറില്ല. പക്ഷെ അതേ നിയമം എല്ലാവർക്കും ബാധകമാവണം. ഈ കടകംപള്ളിയായിട്ടുള്ള ചിത്രത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കണം. പ്രത്യേകിച്ച് ഷിബു ബേബി ജോൺ ഇന്നലെ കൂടുതൽ ചിത്രങ്ങൾ ഇന്നലെ പുറത്തുവിട്ടു. വന്ന ചിത്രങ്ങൾ കണ്ടാൽ അത് എത്രമാത്രം ഇതുണ്ട് അതിനകത്ത്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ കാര്യത്തിൽ സുബ്രഹ്മണ്യൻ്റെ അറസ്റ്റിൻ്റെ കാര്യത്തിൽ കേരള പോലീസ് കാണിച്ചിരിക്കുന്നത് കാട്ടുനീതിയാണ് എന്നുള്ളൊരു സംശയമില്ല, ഇരട്ടത്താപ്പാണെന്നുള്ള സംശയമില്ല. അത് കൊണ്ട് പേടിപ്പിച്ചിട്ടൊന്നും ഈ സ്വർണ്ണക്കൊള്ള മറക്കാൻ പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറയാം.